അപ്പോൾ ഇന്ന് 2 പേരയ്ക്ക വാങ്ങിച്ചു കേട്ടോ. 1 കിലോ പേരയ്ക്കയ്ക്ക് 120 രൂപയായിരുന്നു. വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എന്നും ഓരോ പേരയ്ക്ക കഴിക്കാമല്ലോ എന്ന് വെച്ചു ചുമ്മാ പറയുന്നത് കേട്ടോ. വല്ലപ്പോഴും കിട്ടുമ്പം കഴിക്കുന്നേ ഉള്ളൂ. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഒക്കെ വാങ്ങിക്കും, അങ്ങനെ കഴിക്കുന്നേ ഉള്ളൂ. അപ്പം വണ്ടിയെ വെച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്ന കുപ്പിവെള്ളത്തിൽ 2 പേരയ്ക്കയും കഴിക്കുക. ആദ്യത്തെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാതെ പോയതുകൊണ്ടാണ് രണ്ടാമതൊരു പേരയ്ക്കയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ പേരയ്ക്ക അപ്പോൾ തന്നെ കഴുകി മുറിച്ചു, നല്ല വൃത്തിയാക്കി മുറിച്ചു. നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് മുറിച്ചു. അത് ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു, എല്ലാവർക്കും കൂടി ആയിട്ട് വീതിച്ചു. അമ്മയും അച്ഛനും ഒക്കെ നമ്മുടെ യാത്രയിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് രണ്ടാമത്തെ പേരയ്ക്ക. ക്യാമറ തുടയ്ക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു തോന്നുന്നു. ആദ്യത്തെ വീഡിയോയ്ക്ക് അത് ക്ലാരിറ്റി കുറവും, രണ്ടാമത്തേനത് നല്ല ക്ലാരിറ്റി ഇല്ലേ. പിന്നെ എന്നോർത്ത് 2 പേരയ്ക്കയുടെയും കൂടെ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇതിനകത്ത് ശരിക്കും നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും നല്ല കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് വഴിയാത്രയ്ക്കിടയിലായതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉപ്പും മുളക് പൊടിയും ഇല്ലായിരുന്നു. അല്ലാതെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുതിർന്നവർക്കും കഴിക്കാൻ നല്ല. കാരണം ഈ ഒരു അകത്ത് വെള്ളയുള്ള പേരയ്ക്കായ്ക്ക് വലിയ മധുരമില്ല കേട്ടോ. പക്ഷേ മറ്റേ പേരയ്ക്ക ഉണ്ടല്ലോ, അകത്ത് നല്ല റോസ് കളറുള്ള പേരയ്ക്കാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു.